എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഒരു വിധത്തില് ഗീതു പുറത്തുനിന്ന് ഗോവിന്ദനെ അകത്തേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഗോവിന്ദ് ഗീതുവിനോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. ഗീതു പറഞ്ഞു, നിങ്ങളെ ഞാനുണ്ടല്ലോ നാളെ നേരം വെളുത്തോട്ടെ ഞാൻ കാണിച്ചു തരാന്ന് പറയാ. ഈ സമയത്ത് ഗോവിന്ദ് മനസ്സിൽ പറയാ, നീ എന്ത് കാണിച്ചു തരാനാ, എനിക്ക് അത്രയ്ക്ക് വലിയ പൂസൊന്നും ഇല്ല, പിന്നെ നിന്നോട് പറ്റിച്ചേർന്ന് എനിക്ക് റൂമിലേക്ക് കയറി പോവാലോ, മുട്ടിയൊരുമി, അതൊരു സുഖം തന്നെയാ മോളെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്പരൊക്കെ ഇടുന്നത് ഗോവിന്ദ് മനസ്സിൽ പറയാ. അപ്പോഴാണ് രേഖയും രഞ്ജുവും കൂടെ അങ്ങോട്ട് വരുന്നത്. അവര് കണ്ട് ഈ കാഴ്ചയൊക്കെ ഗീതു ഗോവിന്ദനെ കൊണ്ടുപോകാനായിട്ട് കാണിക്കുന്ന പെടാപ്പാടുകളൊക്കെ ഇത് കണ്ടപ്പോ പെട്ടെന്ന് തന്നെ രേഖ പറഞ്ഞു, അതേ ഗീതു നീ വിഷമിക്കണ്ട കേട്ടോ, ഗോവിന്ദേട്ടൻ നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിൽ എത്തിക്കാന്ന് പറയണം. അതെങ്ങനെ, അതിനുള്ള ആൾക്കാർ ഇപ്പൊ റെഡിയാന്ന് പറയണം. അവിടെ വന്നിട്ട് വരുണേട്ടാന്ന് ഉറക്കം നീട്ടി വിളിക്കുക, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാൻ പറയണം. ഇത് കേട്ടൻ ഗോവിന്ദ് മനസ്സിൽ പറഞ്ഞു, ഓഹോ അപ്പൊ നീ വരുണിനെ വിളിച്ചിട്ട് എന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല നിന്റെ പ്ലാന്, കൊള്ളാം. ഞാനാണെങ്കിൽ ആകെപ്പാടെ ചില തന്ത്രങ്ങളൊക്കെ മനസ്സിൽ മെനഞ്ഞ ഇവളുമായിട്ട് ഇങ്ങനെ പറ്റിച്ചേരാനായിട്ട് കിട്ടുന്ന ചെറിയ അവസരങ്ങളാ നശിപ്പിച്ച് കളഞ്ഞിലോടി ദുഷ്ട നീന്ന് ഗോവിന്ദ് മനസ്സിൽ പറയാം. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, അതെ ഇത് കണ്ടിട്ടാ ഗോവിന്ദൻ അവിടെ നിന്ന് മദ്യപിക്കുന്ന കണ്ടിട്ടാ ആ വീഡിയോസ് ഒക്കെ എടുത്ത് ഗീതു ഞങ്ങൾ അയച്ചു തന്നേന്ന് പറയാം. ഓഹോ അപ്പൊ നിങ്ങളാണല്ലേ ഇതിൻ്റെ അകത്തെ വില്ലത്തിമാരൻ, സ്വസ്ഥമായിട്ടൊന്ന് മദ്യപിച്ചിരിക്കാനും സമ്മതിക്കുന്നില്ല, കാണിച്ചുതരാൻ നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, ഇതിനെ കിട്ടി ഞാൻ വെച്ചിട്ടുണ്ട് രഞ്ജു എന്ന് ഗോവിന്ദ് മനസ്സിൽ പറയണം. ഈ സമയത്ത് വരുൺ അങ്ങോട്ട് ഇറങ്ങി വന്നു. വരുൺ പറഞ്ഞു, അയ്യോ ഗോവിന്ദൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഒന്നും പറ്റിയതൊന്നുമല്ല, ഇച്ചിരി മദ്യപിച്ചൊന്ന് ഓവറായി പോയതെന്ന് പറയാ. അപ്പോഴാണ് രാധികാമ്മയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവര് കണ്ടു ഈ കാഴ്ചകളൊക്കെ. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, കണ്ണാ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അല്ലമ്മ അത് പിന്നെ ഞാൻ മദ്യപിച്ച് ഇച്ചിരി നിന്റെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ലോ, നേരെ നിക്കടാന്ന് പറയണം. ഗോവിന്ദൻ അങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് ആടി പോകുന്നുണ്ട്. ഈ സമയം ഗീതു പെട്ടെന്ന് ഗോവിന്ദനെ കയറി പിടിക്കുകയാണ്. പ്രിയോട് രാധികാമ്മ പറഞ്ഞു, കണ്ടില്ലേ അവന്റെ കോലം കണ്ടില്ലേ, നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ വലുതും ഉണ്ടായിരുന്നോ പ്രിയമോളെന്ന് ചോദിക്കുക. ഇല്ലമ്മേന്ന് പറയാം. കണ്ടില്ലേ ഇപ്പൊ പുതിയതായിട്ട് അവന് ഓരോന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം അവറ്റകൾ കാണുന്ന കണ്ടില്ലേ നിൽക്കുന്നേ. ആ ഗീതുവും രഞ്ജുവും കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അവൻ ഒരു മനസമാധാനം കൊടുക്കുന്നില്ല അവര്, അതുകൊണ്ട് അവനിങ്ങനെ മദ്യപിച്ച് ലക്ക് കേട്ട് നിൽക്കണേന്ന് പറയാ. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അതെ ഗീത ചേച്ചിനെ കുറ്റമൊന്നും പറയണ്ട, ഗീത ചേച്ചി ഗോവിന്ദനെ നേർവഴിക്ക് നയിക്കാനേ ശ്രമിക്കുള്ളൂ. പക്ഷെ രഞ്ജു ഇവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എല്ലാത്തിനും കാരണം ഇവൾ ഒരുത്തിയാ. ഇവള് വന്നിട്ട് ഗോവിന്ദന് സമാധാനം ഇല്ലാത്തോണ്ടാ ഗോവിന്ദൻ ഇങ്ങനെ മദ്യപിച്ച് ലക്ക് കേട്ട് നിൽക്കുന്നേ. രഞ്ജുവിന് പെട്ടെന്ന് സങ്കടമായിപ്പോയി. ഗീതു രഞ്ജുവിനെ നോക്കുകയാണ്. രഞ്ജുവിന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, തേമേ രഞ്ജു ഇപ്പൊ ഒന്നും വിളിച്ചു പറയാതിരുന്നാ മതിയായിരുന്നു. ഈ സമയത്ത് ഗോവിന്ദനും വിഷമായി. രഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വിഷമം വരൂല, പക്ഷെ പ്രിയ പറഞ്ഞുകൊണ്ട് പ്രിയനെ ഒന്നും കുറ്റം പറയാനും പറ്റില്ല. ഗോവിന്ദ് ഒന്നും മിണ്ടാ നിൽക്കുക. ഈ സമയത്ത് രാധിക പറഞ്ഞു, ഇവനെ മുറിയിൽ കൊണ്ടേ കിടത്തും വരണേന്ന് പറയണം. വരും പറഞ്ഞു, ബാ ഗോവിന്ദേട്ടാ ഞാൻ പിടിക്കാന്ന് പറയണം. വേണ്ട എന്നെ ആരും പിടിക്കൊന്നും വേണ്ടാന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, വരണേ നീ പിടിച്ചോണ്ട് പോകാൻ പറയണം. വരും പെട്ടെന്ന് ഗോവിന്ദനെ കോരി എടുക്കാൻ തുടങ്ങുക. വേണ്ട വേണ്ട എന്നെ ആരും എടുക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ സെറ്റിയിലേക്ക് പോയിരിക്കുക. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഇതേ കണ്ണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ മുറി പോയി കിടക്കാൻ നോക്കാൻ പറയണം. അമ്മേ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, എന്നെ ആരും പിടിച്ചോണ്ട് പോകണ്ട. അതെ ഗീതു എന്നെ കൊണ്ടുപോയിക്കോളും, വരണേ നീ എന്നെ തൊഴണ്ടെന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, അതെ ഈ സ്റ്റെയർ കേസ് കയറാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല ഗോവിന്ദനെ കൊണ്ട്, അതെ വരനായിട്ട് ഒരു കാര്യം ചെയ്യാം, ഒന്ന് കൊണ്ടുപോയി മുകളിലൊന്ന് എത്തിക്കാൻ പറയണം. അവസാനം വരും പറഞ്ഞു, ഇങ്ങോട്ട് വാ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് കയറി പിടിക്കുവാണ്. ഗോവിന്ദ് കുതിർന്നൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഒരു വിധത്തില് പിടിച്ചു വലിച്ച് മോളിൽ കൊണ്ടുപോവാണ്. അങ്ങനെ മോളിൽ കൊണ്ടുപോയപ്പോഴത്തേനും ഗീതവും രഞ്ജുവും കൂടെ പുറകെ വരുവാണ്. അങ്ങനെ മുകളിലെത്തിയപ്പോഴത്തേനും അവിടെ ഇരുന്നു. ഇനി എനിക്ക് ഇവിടെ ഇരുന്ന സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാന്ന് ഗോവിന്ദൻ പറയാണ്. ഇത് കേട്ടതും ഗീത ഉറങ്ങാനാ, നല്ല കഥയായിപ്പോയി, അങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങുമൊന്നും വേണ്ട കേട്ടോ. അതെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബോധവും കാണത്തില്ല, മുറി വന്ന് കിടക്കാൻ പറയണേ. വേണ്ട വേണ്ട മുറിയിലൊന്നും വന്ന് കിടക്കുന്നില്ല, നന്നായിന്നുണ്ടോ ഇന്ന് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് കെട്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ കണ്ടു ഇപ്പൊ തല വഴി വെള്ളം കോരി ഒഴിക്കുമെന്ന് പറയാം, ഇന്ന് ഞാൻ കുളിപ്പിക്കൂന്ന് പറയാം. ആണോ നീ കുളിപ്പിക്കോ, അന്ന് ഇപ്പൊ ഞാൻ റെഡിയാ കുളിക്കാനായിട്ട്, ബാ നമുക്ക് കുളിക്കാൻ പോകാന്ന് പറയാം. ഇത് കേട്ടതും വരും പറഞ്ഞു, വേണ്ട വേണ്ട ഞാൻ പോയി കുളിപ്പിക്കാന്ന് പറയണേ. വേണ്ട വേണ്ട എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അവള് കുളിപ്പിച്ചോളൂ എന്ന് പറയാം. നീ പൊക്കോ വരണേ, നീ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് വരുണിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയം രഞ്ജു പറഞ്ഞതേ കുളിസയും കാണാൻ ഞങ്ങളില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കുക, ഗുഡ് നൈറ്റും പറഞ്ഞ് അങ്ങോട്ട് പോവാ. അപ്പൊ ഗീത പറഞ്ഞു, ഗുഡ് നൈറ്റ്, ഇവിടെ ഗുഡ് നൈറ്റ് അല്ല ഇവിടെ നടക്കാൻ പോകുന്നേ, ഇവിടെ ബാഡ് നൈറ്റാ, ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഞ്ജുവും രേഖയും കൂടെ ചിരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ
ഗീത് ഗോവിന്ദനെ മുറിയിലേക്ക് എത്തിക്കൊണ്ട് വന്നു. മുറിയിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്ന ബാത്റൂമിലേക്കാണ്. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം, നീ എന്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാ. ഒരു 4 ബക്കറ്റ് വെള്ളം തലേ വീണാ തീരാവുന്ന പ്രശ്നമുള്ളത്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് വെള്ളം പിടിക്കുവാണ്. ഈ സമയം ഗോവിന്ദ് എന്ത് ചെയ്യുക? ഗോവിന്ദൻ മനസ്സിൽ പറഞ്ഞു, അതേ ഞാൻ നീയുമായിട്ട് ഇച്ചിരി പ്രണയസലാവത്തി മുഴുകാന്ന് ഓർത്ത് കഴിഞ്ഞപ്പം അതിങ്ങനെയായിപ്പോയി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിന്നോട് മുട്ടി ഉരുമിരുന്നിട്ട് എന്റെ പ്രണയം തുറന്നു പറയണം എന്നൊക്കെ വിചാരിച്ച എല്ലാം പോയില്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എല്ലാം നശിപ്പിച്ചിട്ട് അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഈ രാത്രി എങ്കിലും പ്രണയം പറയാന്ന് കരുതിയതാ. ഇനിയിപ്പൊ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കുമെന്ന് തോന്നില്ല. ഈ സമയം ഗോവിന്ദ് എന്ത് ചെയ്യുവാണ്? അപ്പോൾ ഷവറും കൂടെ ഓണാക്കുവാണ്. ഷവർ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഗീതുവിന്റെ മേത്തേക്കും വെള്ളം വീണു. പെട്ടെന്ന് ഗീതുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുക. അതെ, ഞാൻ മാത്രമായിട്ട് അങ്ങോട്ട് നനയണ്ട, നീയും കൂടെ അങ്ങോട്ട് നനഞ്ഞോളാൻ പറയണം. ഇതെന്താ ഗോവിന്ദേട്ടാ കാണിക്കണേന്ന് ചോദിക്കുക. ഗീത കുതിര മാറുവാണ്. പക്ഷെ ഗോവിന്ദ് വിട്ടില്ല. ഗോവിന്ദ് പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നനഞ്ഞ് കുളിക്കുമ്പോഴല്ലേ അതിനോട് സുഖമുള്ളെന്ന് ചോദിക്കുകയാണ്. ദേ കെട്ടി വിട്ടിട്ടില്ലല്ലേ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുക? ആ ബക്കറ്റിനകത്തിരിക്കുന്ന വെള്ളം എടുത്ത് ഗോവിന്ദന്റെ തലയിലേക്ക് ഒഴിക്കുക. പെട്ടെന്ന് ഗോവിന്ദ് ആ ബക്കറ്റ് പിടിച്ചു വാങ്ങിയിട്ട് ഗീതുവിന്റെ തലയിലേക്കും കൂടെ ഒഴിക്കുക. രണ്ടുപേരും കൂടെ നനഞ്ഞ് കുളിച്ചിങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഗോവിന്ദും ഗീതും കൂടെ പരസ്പരം കണ്ണിക്കണ്ണി നോക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഉള്ളിലെ പ്രണയം അവർ തിരിച്ചറിയായിരുന്നു. കുറെ സമയം അവരങ്ങനെ നോക്കി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം നോക്കി നിൽക്കുക. നല്ല ഭംഗി അത് കാണാനായിട്ട്, അവരുടെ ആ എക്സ്പ്രഷനെ കാണാനായിട്ട്. പിന്നീട് ഗീത ആഹാ, ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നാളെ പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം നോക്കാനായിട്ട്. അതെ, തല തോർത്ത് തരാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ തല തോർത്തുവാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, എന്റെ തല തോർത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തല ഞാൻ തിരിച്ചു തോർത്തി തരുമെന്ന് പറഞ്ഞിട്ട് ഗീതുവിന്റെ തലയും തോർത്തിക്കൊണ്ട് അവിടെ നിൽക്കുക. അതെ, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, പോയി കിടന്നുറങ്ങണ്ടേ, വരാൻ പറയണം. വേണ്ട, എന്നാ നമുക്ക് ഉറങ്ങിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതനെ ചേർത്ത് പിടിക്കുവാണ്. ഇതെന്താ ഗോവിന്ദട്ടെ കാണിക്കുന്നേ? ഇത് ബാത്റൂം ആണുള്ള കാര്യം മറന്നുപോയോ? ഓ, ഇത് ബാത്റൂം ആണല്ലോ, ബെഡിലാണല്ലോ പോയി കിടക്കണ്ട അല്ലേന്ന് ചോദിക്കാം. എന്നാ വാന്നും പറഞ്ഞിട്ട് ഗീതനെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുറി ചെന്നപ്പോ ഗീത പറഞ്ഞു, ഇതേ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയാം. നനഞ്ഞ ഡ്രസ്സാ? അതെ, നനഞ്ഞ ഡ്രസ്സൊന്നും മാറ്റണ്ട, ഈ ഡ്രസ്സിൽ തന്നെ കിടന്നോളാം. എനിക്ക് ഇതൊന്നും അത്ര പുത്തിരിയല്ല. ചെറുതിലെ ചോർന്നൊലിക്കുന്ന വീട്ടിലെ നനഞ്ഞു കുളിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, പിന്നെയാണോ ഇപ്പം ആ ഒരു ഫീലിങ്സോടെ കിടന്ന് ഉറങ്ങണം എനിക്ക് എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ആ ബെഡിലേക്ക് പോയിക്കണം. ഈ സമയം ഗീത് പറഞ്ഞു, ഗോവിന്ദേട്ട എഴുന്നേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഗോവിന്ദ് എഴുന്നേക്കാൻ കൂട്ടാക്കില്ല. ഈ സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നേ, ഇതാരാ പോലും ഈ സമയത്ത് ഫോൺ വിളിക്കുന്നേ എന്ന് ഓർക്കുവാണ്. ഗോവിന്ദാണ് നല്ല ഫൂസമാണ്. ഈ സമയത്ത് കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും സംസാരിച്ച് ശരിയാവത്തില്ല, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് പറയാനും പറ്റില്ല. ഫോൺ എടുത്ത് കൊടുക്കണ്ട. പിന്നീട് ഗോവിന്ദ് അവിടെ കിടക്കുവാണ്. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഇത് അത്യാവശ്യക്കാർ വല്ലതുമാണോ എന്നോർത്ത് ഗീത പോയി കോൾ എടുക്കുകയാണ്. കോൾ എടുത്ത് ഹലോ ഗോവിന്ദ് ഇല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ഗോവിന്ദാണ് നല്ല ഉറക്കമാ, ഇതാരാന്ന് ചോദിക്കും. പെട്ടെന്ന് അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു, അല്ല നിങ്ങളാരാ? ഞാനേ ഗോവിന്ദന്റെ ഭാര്യ ഗീതു വന്ന് പറയാം. ഓ, മനസ്സിലായെന്ന് പറയാം. അല്ല നിങ്ങൾക്ക് എന്നെ എങ്ങനെയാ മനസ്സിലായത്? അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. ഞാനോ? ഞാൻ ആരെന്ന് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. നീ ആ ഭദ്രന്റെ മോള് ഗീതാഞ്ജലി അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത ചോദിച്ചു, എന്നെ അറിയാവോന്ന് ചോദിക്കുക. നിന്നെ അറിയാവോന്നോ? നിന്നെ മാത്രമല്ല, നിന്റെ വീട്ടിലുള്ള എല്ലാരെയും അറിയാം, അവരുടെ ജാതകം വരെ എനിക്ക് അറിയാന്ന് പറയാ. അല്ല, ഇപ്പൊ നിങ്ങൾ ആര് വിളിച്ചെന്ന് ഞാൻ പറയണ്ടേ? അതെ, നിന്റെ അച്ഛനെ പിന്നെ നിന്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്, രേഖാമൂലം ഒരുത്തി ഉണ്ടല്ലോ ഇപ്പോൾ, അവളോടും കൂടെ പോയി പറഞ്ഞാൽ മതി ഞാൻ വിളിച്ചെന്ന്. ഞാൻ വിളിച്ചെന്നോ? അതാരാ? ഗോവിന്ദനെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 9 മണിക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി, 9 മണി കേട്ട് കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അപ്പൊ ഗീത ഓർത്തത് ആരാ പോലും വിളിച്ചേക്കുന്നത്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് ഗീതുവിന്റെ മനസ്സിൽ ചിന്തയുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് വനൊരു കാര്യം തീരുമാനിച്ചു. വൻ രണ്ടും കൽപ്പിച്ച വൻ രേഖയോട് പറഞ്ഞതേ, നീ കുറച്ചു ദിവസമായിട്ട് എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുവാന്ന് പറയണേ. എന്താ പറയണേട്ടാ? അല്ല പിന്നെ എനിക്ക് ഇപ്പൊ മുറിയിലാണെങ്കിലും ശരി, നീ എന്നോടൊരു അകൽച്ച ഭാവിക്കല്ലേ ചെയ്യുന്നേ, അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇന്നെങ്കിലും നീ എന്നോടൊപ്പം ഒന്ന് ചേരണമെന്ന് പറയാം. ഇത് കേട്ടതും രേഖ പറഞ്ഞു, അല്ല വരണേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, നിനക്ക് നിന്റെ വരണേട്ടനെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുക. നീ ഒരു കാര്യം ചെയ്യുക, വാന്ന് പറയണം. ഇത് വരണേട്ട, എനിക്ക് അടുക്കള കുറെ ജോലിയും കൂടെ ബാക്കിയുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ട് വന്നേക്കാം, വരണേട്ടൻ റൂമിലേക്ക് പോയിക്കോളാൻ പറയണം. ഈ സമയം രേഖ താഴേക്ക് ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. വരുണ് പറഞ്ഞു, മനസ്സിൽ പറയാ, എടി നിന്നെ എനിക്ക് സ്വന്തമാക്കാനുള്ള ഇതുകൊണ്ടല്ല ഞാൻ ഈ പറയണേ, ഇന്നത്തെ രാത്രിയും കൊണ്ട് ഗോവിന്ദേട്ടനും എൻ്റെ അമ്മ പോലും എൻ്റെ അടുത്തേക്ക് വരും, കണ്ടു, എൻ്റെ കാല് പിടിച്ചു വരും, അതിനുള്ള വഴിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കൂടി പിന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വരുൺ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഈ സമയം താഴേക്ക് പോയ രേഖ മനസ്സിൽ കരുതുക, വരുണേട്ടൻ സ്വയം മനസ്സാലെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല.
തന്നെ കീഴടക്കാനുള്ള ശ്രമമാണ്, അതങ്ങനെ വിട്ടുകൊടുത്തുകൂടാ എന്ന് രേഖ മനസ്സിൽ പറയണം. ഈ സമയം വരുൺ എന്ത് ചെയ്യാണ്, മുറിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചു. ആദ്യ രാത്രി പോലെ മുറിയിലെ പൂക്കളെല്ലാം വിതറി ഇങ്ങനെ കാത്തിരിക്കുക. നന്നായിട്ട് സ്പ്രേ ഒക്കെ അടിച്ചു. ഒരു റോസപ്പൂ ഒക്കെ എടുത്ത് കൈ പിടിച്ചു. അവൾ വരുമ്പോൾ ഈ റോസപ്പൂ ഒക്കെ അവൾക്ക് കൊടുക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് രേഖയുടെ വരവ്. രേഖ ഒന്നു കയ്യിലൊരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാ വന്നേ. ഈ കാഴ്ച കണ്ടത് വരുണിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്നപ്പോ രേഖയോട് പറഞ്ഞു, ഇതേ ഈ റോസപ്പൂ മേടിക്കാൻ പറയാണ്. റോസപ്പൂ അതെന്തിനാ വരാനായിട്ടാ? അല്ല ചുമ്മാ ഇവിടെ ഇരുന്നപ്പോ ഞാൻ എടുത്താ, അതെനിക്ക് മോളിനൊക്കെ തരാൻ തോന്നിയെന്ന് പറയാം. മോള് ആ വിളി കേട്ടൻ രേഖയ്ക്കാണെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തേ, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലോ. അത് വരണേട്ടാ, ഈ പാൽ ആദ്യം വരണേട്ടൻ കുടിക്കാൻ പറയണം. പാലോ? ആ മോള് കൊണ്ടുവന്നല്ലേ, ഞാൻ കുടിച്ചേക്കാന്ന് പറഞ്ഞ് പാല് കുടിക്കുവാണ്. ഈ സമയത്ത് രേഖ വരന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.